എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു, മമ്മി എനിക്ക് കുഴപ്പമൊന്നുമില്ല, മമ്മി പേടിക്കണ്ട. അപ്പോൾ എനിക്കൊരാശ്വാസമായി. ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. അവിടെ നിന്ന് അമ്മയോട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വീണ്ടും പറഞ്ഞു, അമ്മയെ ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരുപാട് നന്ദി. അത്രയേറെ വിഷമിച്ച സമയത്താണ് അങ്ങനെ അവൻ്റെ അപകടത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി. പിന്നെ കൈയുടെ ഈ പൊത്തയ്ക്കൊരു നീര് വന്നു. ഈ എല്ലാ വിരലും നീര് വെച്ച് വീർത്തു കറുത്ത നിറമായി. അപ്പം സർജനായതുകൊണ്ട് ഇവന് വിരലാണല്ലോ കൂടുതൽ ഉപയോഗം. അപ്പം ഇവൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എൻ്റെ വിരലൊക്കെ കറുത്ത് പോയിരിക്കുന്നു, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവും വരില്ല മോനെ, അമ്മ കാത്തോളും നിന്നെ. ഞാൻ അമ്മയുടെ തൈലം എപ്പോഴും ഈ തൈലം എടുത്ത് ഇവൻ്റെ കയ്യിലും നെറ്റിക്ക് കുരിശ് വരച്ച് തലയിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണവും ചൊല്ലി ഈ വിരലിലെല്ലാം ഞാൻ ഈ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടർ 15 ദിവസം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ മകൻ്റെ 8ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേനും അവൻ്റെ കയ്യിലെ നീര് മുഴുവൻ മാറി, കറുപ്പ് നിറമെല്ലാം മാറി. അവൻ